ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ കൂട്ടെന്ന്. അത് വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു കണിവെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ, അതായത് ആലുവയിലൊക്കെ പിന്നെ കൂട്ടെന്നാ പറയുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. കാരണം ഞാൻ വിഷുവിന് ഈ കണിവെള്ളരിക്ക പിന്നെ കണി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയാ പറഞ്ഞു തന്നെ അത് വെച്ചിട്ട് നല്ലൊരു കറി റെഡിയാക്കാമെന്ന്. എന്നിട്ട് അപ്പോൾ ഞാനത് റെഡിയാക്കി നോക്കി. നല്ല ഒരു എന്താ പറയുക, അതും ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരായി. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാക്കിയപ്പം അവരുടെ കുട്ടികൾക്കാണ് ഇത് ഇഷ്ടമായത്, കൂടുതൽ ഇഷ്ടമായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനധികം എരിവൊന്നുമില്ല, പാകത്തിനുള്ള എരിവേ ഉള്ളൂ. നല്ല സുഖമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തിയാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് ഈ വെള്ളരിക്ക കൂട്ട് നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാമെന്ന്. എന്നാൽ പിന്നെ സമയം കളയണ്ട അല്ലേ, നമുക്ക് വെള്ളരിക്ക കൂട്ട് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് 1/2 ഗ്ലാസ് പരിപ്പ് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പായസത്തിന് എടുക്കുന്ന പരിപ്പില്ലേ, ആ ചെറിയ പരിപ്പ്, ആ പരിപ്പാണ് എടുക്കേണ്ടത് കേട്ടോ. 1/2 ഗ്ലാസ് പരിപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഈ പരിപ്പ് ഇട്ടിട്ട് ഒരു 4 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല. പരിപ്പ് ഇങ്ങനെ ചൂടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പരിപ്പ് വെന്ത് കിട്ടാൻ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വെള്ളരിക്ക കട്ട് ചെയ്യാം. ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിത് വീണ്ടും 2ആയിട്ട് മുറിക്കുകയാണ്. എന്നിട്ട് ഈ നടുക്കുള്ള സീഡ്സ് മുഴുവൻ റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ മുറിക്കുന്നത് പോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. വെള്ളരിക്കയുടെ ഈ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. അതിനൊരു കയ്പ്പാണ്, അത് ഇങ്ങനെ ചെത്തിക്കളയണം. അപ്പോൾ കുക്കർ എടുത്തിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളരിക്ക ചേർക്കാം. വെള്ളരിക്ക ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് നല്ല മുളക് പൊടിയാണ്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതും വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിലാണ് നമുക്ക് അടുപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, പരിപ്പ്, വെള്ളരിക്ക, മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളരിക്ക ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. അത് നമ്മൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞതുകൊണ്ടാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കത്തില്ലേ, അതിനേക്കാളും സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റായിട്ട് വേണം ഈ തേങ്ങയും ജീരകവും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. തേങ്ങയും ജീരകവും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇനി ഈ അരപ്പ് വേവിച്ച് വെച്ച പരിപ്പും വെള്ളരിക്കയുടെയും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കടുക് താളിക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യാം.
അപ്പോൾ ഈ കറിയുടെ രുചി കൂട്ടുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ചുമന്നുള്ളി ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പാകമായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദാ നമ്മുടെ വെള്ളരിക്കാക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് നിങ്ങളൊന്ന് രുചിച്ച് തന്നെ അറിയണം. അപ്പോൾ ഈ കറി തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.